ഹലോ, അപ്പോൾ ദേ ഇന്ന് നമുക്ക് ഉരുളക്കിഴങ്ങും മുട്ടയും വെച്ചിട്ടൊരു മസാലക്കറി ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ദേ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ഇത്രയും ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. പിന്നെ ദേ 2 ഉരുളൻ ഒന്ന് തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ ദേ 2 മീഡിയം സൈസുള്ള സവാള കട്ട് ചെയ്തത്, ഒരു തക്കാളി അരിഞ്ഞത്, പിന്നെ നമ്മളിപ്പോൾ റോസ്റ്റ് ചെയ്തെടുത്ത പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ അതാ ചേർക്കുന്ന ഉപ്പാണ്. പാകത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതങ്ങനെ വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്കുള്ള തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് തേങ്ങ ചിരകിയത്, അതിലേക്ക് 5-6 ഉള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർക്കുന്നുണ്ട്. 5-6 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഒന്ന് ബ്രൗൺ കളറായി വരണം. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർത്തിട്ട് പരുവാകുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുത്തതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരണം. അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് അരിഞ്ഞ് വെച്ചേക്കുന്ന 3-4 പച്ചമുളകാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ കറിയൊക്കെ നല്ല രീതിയിൽ തിളച്ച് വരുന്നുണ്ട്. പിന്നെ ഒന്ന് കുറുകി വരണം. നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരുമ്പോഴത്തേക്കും വേണം നമ്മൾ പുഴുങ്ങി വെച്ചേക്കുന്ന മുട്ടയൊന്ന് മുറിച്ച് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ മുറിച്ച് വെച്ചേക്കുന്ന മുട്ടയും കൂടെ ചേർത്ത്, അപ്പോൾ അങ്ങനെ കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 കഷ്ണം ഉള്ളി ഒന്ന് മൂപ്പിച്ച് ചേർക്കാം. ചെറിയ ഉള്ളി വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചതാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതും ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്തു. അങ്ങനെ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്.